ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. കഴിച്ചപ്പോൾ ഇന്നാണ് ഗൈസ് നമ്മൾ രാവിലെ കാലൊക്കെ തന്നെ നമ്മൾ ബസ്സുമായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്കൊന്നാണെങ്കിൽ പ്രൈവറ്റ് ബസ് ഡ്രൈവിംഗ് കാലമാണ് ഗൈസ് ഇന്നത്തെ നമ്മളെ ഡ്യൂട്ടി. എൻ്റെ പൊന്നോ, രാവിലെ ഒരു ഫോർച്യൂണർ തന്നെ നമ്മളെ ഫ്രണ്ടിൽ തന്നെ കടന്ന് കറങ്ങുന്നു. എത്ര ഹോൺ അടിച്ചിട്ട് മാറുന്നില്ല. മാമാന്ന് മാറണ എൻ്റെ പൊന്നോ, അയാൾ വളഞ്ഞു പോകണേ വളയുന്നില്ല ഗൈസ്. എന്തായാലും ഗൈസ് നമ്മൾ പറഞ്ഞാണെങ്കിൽ ഗൈസ് അയാൾ വളഞ്ഞു പോയി ഗൈസ്. രാവിലെ തന്നെ കഴിവാക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെത് അപ്പം ഫസ്റ്റ് എൻ്റെ പൊന്ന് എയർപോർട്ടിൽ നിന്ന് കയറ്റിയില്ല ഗൈസ്. നിൽക്ക് എയർപോർട്ടിൽ നിന്ന് ആൾക്കാരെ കയറ്റാനുണ്ടായിരുന്നു. നടന്നു പോയി കയറി പെട്ടെന്ന് കയറിക്കാൻ വണ്ടി ഇട്ട് കൊടുക്കും. ഇത്രയൊക്കെ മതി. നമുക്കത് ഇത്രയും കയറിയിട്ടുണ്ട്. ബസ്സോ അങ്ങനെയാണെങ്കിൽ പകുതി കയറിയിട്ടുണ്ട്. ഇപ്പം 5 പേരാണ് നമ്മൾ വണ്ടി കയറിയായിരുന്നു ഗൈസ്. അപ്പം നമ്മളെ വണ്ടിയിൽ 5 പേരാണ്ട് കയറി ഗൈസ്. 5 പേര് ഗൈസ് നമ്മളെ വണ്ടിയിൽ അങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പം അടിപൊളി ഒരു ട്രിപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് ആരെയും നല്ലൊന്നും വിളി കേൾക്കാതിരിക്കണമെന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. എൻ്റെ പൊന്നോ ഗൈസ്, അപ്പം ഈ ഒരു പോർഷെ ഇടിക്കാം. നമുക്ക് നേരെ അങ്ങ് വെച്ച് വിടാം ഗൈസ്. എൻ്റെ പൊന്നു മോനടാ മാറടാ ഡെയിലി മാറങ്ങോട്ട് പോലും ഗൈസ്. അപ്പം ഇന്ന് നമ്മളാണെങ്കിൽ നേരെ ഇവിടെ കാലാണ്ട് നിൽക്കുന്നുണ്ടല്ലോ ഗൈസ്. ഇവിടെ നിർത്തത്തില്ലേ? അങ്ങോട്ട് നിർത്താം നിൽക്കി കുറേ അങ്ങനെ ആയവരെയും ആൾക്ക് ഇറക്കി ഗൈസ്. നമ്മളെ വണ്ടി ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ ഇട്ട് വളയ്ക്കണം ഗൈസ്. ഇങ്ങോട്ട് സ്റ്റോപ്പ് ഇല്ലാത്തതാണ് ഗൈസ്. ഞാനിങ്ങോട്ട് വളച്ചു കൊടുത്ത് പാവവരെ കാല് വയ്യാത്തൊരു അപ്പൂപ്പനായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ നമ്മൾ എന്താ ചെയ്യാനാണ് ഗൈസ്, അങ്ങോട്ട് വീട്ടിൻ്റെ അങ്ങോട്ടേക്ക് ഇറക്കി കൊടുത്തു കേട്ടോ ഗൈസ്. സാധാരണ പ്രൈവറ്റ് ബസ് അങ്ങനെയൊന്നും ചെയ്യാത്തതാണ്. നമ്മളിച്ചിരി വെറൈറ്റിയൊക്കെ ഇരിക്കട്ടെ ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ ആൾക്കാർ ഇതൊക്കെ തരും ഗൈസ്. ചിലപ്പം എന്തായാലും ഗൈസ് അങ്ങനെ വരെയാണ് ഗൈസ്. ഇവിടെ ആരാണ്ട് കയറണം നിൽക്കുന്നു, കൈ കാണിക്കുന്നു. ഇപ്പം ഇവിടെ ആരും കയറ്റാൻ പറ്റൂല. അപ്പുറത്തെ സൈഡ് വരികയാണെങ്കിൽ നമുക്ക് കയറ്റാവേ. ഇതിപ്പം ഇവിടെ ആടേണ്ട കയറാനുണ്ട്. കയറി അങ്ങനെ അവനെയും കാളയ്ക്ക് കയറിയിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ വെച്ച് വിടുകയാണ്. നേരെ നമ്മൾ ജുറാസിക് പാർക്കിൻ്റെ അങ്ങോട്ടാണ് ഗൈസ് പോകുന്നത്. അപ്പോൾ ജുറാസിക് പാർക്കിൻ്റെ അകത്ത് പോകണം ഗൈസ്. ഇനി ആൾക്കാരെ അവിടെ നിന്നല്ല ഗൈസ്, നമ്മൾ നേരെ ബീച്ചിലോട്ടാണ് പോകുന്നത്. ഇവിടെ നിന്നുള്ള ആൾക്കാരെല്ലാം ഇനി ബീച്ചിലോട്ടാണ് ഗൈസ് നമ്മൾ പോകുന്നത്. ബീച്ച് മുക്കിലോട്ടാണ് പോകുന്നത് ഗൈസ്. ഇവിടെ നിന്ന് ഒറ്റ മനുഷ്യനില്ലാത്ത ഏരിയ ആണ് ഗൈസ്. ഇവിടെ എല്ലാം ഒറ്റ മനുഷ്യനില്ല. നമ്മൾ തന്നെ ഇവിടെ ഇരുന്ന് ഓട്ടിച്ച് മടുക്കും ഗൈസ്. ഇവിടെ ഒറ്റ മനുഷ്യനില്ലാത്തതുകൊണ്ട് ഗൈസ് ഒരുമാതിരിയാണ് ഗൈസ് ഈ റോഡ് എനിക്ക് പോകാൻ. അപ്പം ഈ ഒരു മല വരി കയറി പോകാനും പറ്റൂല ഗൈസ്. ഇവിടെ ഇരിക്കുന്നവരെ ഒന്ന് വലക്ക് കേൾക്കാം. അപ്പം നമ്മളിങ്ങനെ കത്തിച്ച് വിടുകാനും പറ്റത്തില്ല ഗൈസ്. ഈ ഒരു വണ്ടിക്കാണെങ്കിൽ ഫസ്റ്റ് ഗിയർ മാത്രമേ ഉള്ളൂ ഗൈസ്. മറ്റേ ഗിയറാണെങ്കിൽ ഊരിയിരിക്കുകയാണ് കേട്ടോ ഗൈസ്. അങ്ങോട്ടൊന്നും പോകത്തില്ല കേട്ടോ ഗൈസ്. അപ്പം ആ ഒരു ഗിയർ മാത്രമേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. മറ്റേ ഗിയറിൻ്റെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ വണ്ടി ഓഫാവും. ഞാൻ കാണിച്ചു തരാം ഗൈസ്. അപ്പം സെക്കൻഡ് ഗിയർ ഇട്ടതാണ് ഗൈസ് ഇപ്പം ഇരിക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ഇരിക്കും ഗൈസ്. അതാണ് ഗൈസ് ഞാൻ ഇടാത്തത്. അപ്പം നമ്മളാണെങ്കിൽ നേരെ നമ്മളെ വണ്ടി ഞങ്ങൾക്ക് ബീച്ച് മുക്കിലോട്ട് ഇങ്ങ് വിടുകയാണ്. എൻ്റെ പൊന്നോ ഗൈസ്, അങ്ങനെ ബീച്ചിൻ്റെ അവിടെ എത്തി. ബീച്ചിൻ്റെ അവിടെ ഇച്ചിരി നേരം സ്റ്റോപ്പുണ്ട് കേട്ടോ ഗൈസ്. ഇച്ചിരി നേരം ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലെയറിനെ പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് റൊണാൾഡോ ആണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് മെസ്സി ആണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നമ്മളാണെങ്കിൽ നേരെ പോവുകയാണ്. അതിപ്പം ഇവിടെയാണ് ഗൈസ് നമ്മുടെ ജുറാസിക് പാർക്ക്. ഇവിടുന്ന് വല്ല ഡൈനോസറൊന്നും ഇളകി വരാതിരുന്നാൽ മതിയായിരുന്നു ഗൈസ്. ഇവിടെ ഒന്നും ഡൈനോസർ ഇല്ലേ ഗൈസ്. അപ്പം ഇവിടെ ഒന്നും ഡൈനോസറിനെ ഒന്നും കാണുന്നില്ല ഗൈസ്. സാധാരണ ഇവിടോട്ട് വരുമ്പോൾ ഡൈനോസർ ഇങ്ങനെയുള്ള വലിയൊക്കെ കേൾക്കുന്നതായിരുന്നു. ഇപ്പം വിളിക്കുന്ന കേസ് വരുന്നില്ല കേട്ടോ കേസ് ഇതുവരെയായിട്ട്. ഇന്നലെ കേസ് അങ്ങനെ നമ്മൾ ബീച്ച് മുക്കിലോട്ടും ആൾക്ക് അങ്ങനെ കടന്ന് വന്നിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്ക് കഴിഞ്ഞ് കേസ് നമ്മളിവിടെ വന്നായിരുന്നു കേസ്. അപ്പം ഇനി ഇവിടെ ഇച്ചിരി നിർത്തിയിടണം കേസ്. അപ്പോൾ ഈ ഒരു ബീച്ചിൽ നിന്ന് ഇവിടെ ഇച്ചിരി നിർത്തിയിടാൻ കേസ്. ഇവിടെ ഒറ്റ മനുഷ്യനില്ല കേസ് കയറാൻ. നമ്മളെ മുടിക്ക് അങ്ങ് വളർന്നു പോയി കേസ്. എന്താ ചെയ്യാനാണ് കേസ്. കേസ് ഇവിടെയൊക്കെ തെങ്ങ് കുറേ നിൽപ്പുണ്ട് കേസ്. ഇവിടെ നിന്നൊക്കെ ഈ തേങ്ങ ഇട്ട് കേസ് നല്ല പൈസ ഉണ്ടാക്കാമെന്ന് കേസ്. ഇപ്പോൾ പരിപാടി നടക്കൂല കേട്ടോ കേസ്. ഇവിടെ നിന്ന് തേങ്ങ ഇടുകയാണെങ്കിൽ ഇവിടുത്തെ നാട്ടുകാരെല്ലാം കൂടെ നമ്മളെ തല്ലി ഒട്ടിക്കും. അതിനു മുമ്പേ കേസ് ഇവിടുന്ന് വണ്ടി എടുത്ത് നേരെ നമ്മളെ സിറ്റിയിലോട്ട് വിടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇവിടെ നിന്നുള്ള ആൾക്കാർ കയറിയിട്ടുണ്ട് കേട്ടോ കേസ്. ഇവിടുന്ന് 10 പേരാണ്ട് കയറിയിട്ടുണ്ട്. ഈ ബസ് ഫുള്ളും ആൾക്കാർ ഇവിടെ നിൽക്കുകയാണ്. ഇപ്പം
വണ്ടി തട്ടാതെ എടുത്തുകൊണ്ട് പോകണം കേസ്. നമുക്ക് നേരെ പോട്ടെങ്കിൽ വളഞ്ഞു പോകാമെന്നാണ് ഞാൻ ഇപ്പോൾ എൻ്റെ വിചാരം. നമുക്ക് നേരെ കത്തിച്ചിട്ടിട്ട് അവിടെ നിന്ന് വഴി ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് കയറി പോവാം. അല്ലെങ്കിൽ കേസ് അവിടെ വല്ലതും കുടുങ്ങി കിടക്കാം കേസ്. അതല്ലേ ഉള്ളു കേസ് നമ്മൾ വേറൊരു വഴി കേസ്. അല്ലാതെ വേറെ വഴിയൊന്നും നമുക്ക് വരുന്നില്ല. അപ്പം നമ്മളാണെങ്കിൽ നേരെ നമ്മളെ വണ്ടി ഇങ്ങനെ വീണ്ടും നമ്മളിങ്ങനെ പോവുകയാണ് കേസ്. അപ്പം ആരാണ് വിളിക്കുന്നല്ലോ കേസ്. അപ്പോൾ ആരാണ്? ഹലോ പറ ഗേസ്. ഇത് ജോണായിരുന്നു കേട്ടോ ഗേസ്. കട്ടാക്കി ഗേസ്. അവൻ്റെ പ്ലെയിനിൽ ഇരിക്കാൻ നേരം ഇങ്ങോട്ട് വിളിച്ചതാണ് കേട്ടോ ഗേസ്. അവൻ്റെ റൂട്ട് മാറി ഗേസ്. ഇപ്പോൾ അവനാണ് ഈ പ്ലെയിനിലാണ് ഗേസ് ഇപ്പോൾ ഡ്രൈവിങ്. നമ്മൾക്ക് തന്നെ ഒരു ടൂറിനുകളൊക്കെ പോകുന്നതായിരിക്കും ഗേസ്. ഉടനെ തന്നെ ഒരു രാജ്യത്തോട്ട് അടിപൊളി ഒരു ടൂറിലാണ് നമ്മൾ ടൂറാണ് ഗേസ് പോകുന്നത്. ഏത് വണ്ടിയിൽ പോകണമെന്ന് നിങ്ങളെന്ത് കമൻറ്റ് ചെയ്യുക ഗേസ്. നിങ്ങൾ ഏത് വണ്ടി പറയുന്നോ അതിൽ ഗേസ് നമ്മൾ പോയി കാണിക്കുന്നതായിരിക്കും കേട്ടോ ഗേസ്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യേക്കണം. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഗേസ്. അപ്പോൾ നമ്മളിങ്ങനെ പോവുകയാണ് ഗേസ്. വണ്ടി ഇങ്ങനെ അടിച്ച് വിട്ടു പോവുകയാണ്. ഭയങ്കര സ്പീഡാണ്. ഇവിടെ ആരാണ്ടോ കാണിക്കുക, കൈ കാണിച്ചത് നേരത്തെ. കയറി പെട്ടെന്ന് കയറി ഗേസ്. അടുത്ത് നമുക്ക് പോവാം. റെസ്റ്റ് നമുക്ക് അടുത്ത് ഇങ്ങനെ പോകാം ഗേസ്. അപ്പം ഇവിടെ ബീച്ചായതുകൊണ്ട് ഗേസ് ഇവിടെ നിന്ന് വലിയ ആൾക്കാരില്ലാത്ത സ്ഥലമാണ് ഗേസ്. ഇവിടെ നിന്ന് വീടില്ല ഗേസ്. എന്തായാലും നമുക്കാണെങ്കിൽ ഇങ്ങോട്ട് നിർത്താം ഗേസ്. അപ്പം ഇങ്ങോട്ട് നിർത്താം ഗേസ്. നമ്മളാ എല്ലാവരും ഇവിടെ ഇറക്കാണ് കഴിച്ചു. ഇവിടെ ഒരു ചെറിയ സ്റ്റോപ്പാണ്. അപ്പോൾ ഇവിടെ ആൾക്ക് ഇറക്കിയിടാൻ കഴിച്ചു. അപ്പം ഇവിടെ ഇറക്കിയിട്ടിട്ടുണ്ട്. അപ്പം കഴിച്ചു. അപ്പോൾ ഇവിടെ ഇറക്കിയിട്ടിട്ടുണ്ട് കേസ്. നമ്മൾ വണ്ടി കാണാൻ പച്ച ബസ്സാണ്. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് കഴിച്ച് അടുത്തടുത്ത് നമ്മളെ സിറ്റിയിലോട്ടാണ് കഴിച്ച് നമുക്കൊന്ന് പോകേണ്ടുള്ളത് കഴിച്ച്. അപ്പം നമ്മളെ സിറ്റിയിലോട്ട് പോകണം കഴിച്ച്. അപ്പം ഇവിടെയൊക്കെ ആണെങ്കിൽ നല്ല ആൾക്കാരും കളിക്ക് കുറവുണ്ട് കഴിച്ച്. ഈ സിറ്റിയിലാണെങ്കിൽ ഇങ്ങോട്ടൊന്നും വരണ്ടായിരുന്നു കഴിച്ച്. അത്യാവശ്യം ആൾക്കാർ നല്ല കുറവുണ്ട് കഴിച്ച്. നമ്മളെ കളക്ഷൻ എല്ലാം കുറഞ്ഞിട്ടുണ്ട്. നല്ല പൈസ ഇന്ന് കുറഞ്ഞ് വന്നിട്ടുണ്ട് കഴിച്ച്. അപ്പം നമ്മൾ അത്യാവശ്യം ഇങ്ങനെ കൂട്ടിയെടുക്കുകയാണ് കഴിച്ച്. അതുപോലെ തന്നെ കഴിച്ച് നമ്മളെ വ്യൂസും കാലൊക്കെ കുറഞ്ഞ് വരുന്നുണ്ട് കഴിച്ച് ഈയിടെ ആയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു ഗീവ് കാലൊക്കെ ഞാൻ തരുന്നതായിരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഷെയറും കാലൊക്കെ നിങ്ങൾ പരമാവധി എല്ലാവർക്കും ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങൾ ഫ്രണ്ട്സിലോട്ട് ഇതൊക്കെ എത്തിക്കുക കഴിച്ച്. അപ്പം ന്യൂ അപ്ഡേറ്റ് നിങ്ങളൊക്കെ വന്നായിരുന്നു കേട്ടോ കഴിച്ച്. അപ്പം ഞാൻ അതൊന്ന് കാണിക്കുന്നതായിരിക്കും കഴിച്ച് അടുത്തൊരു വീഡിയോയിൽ. അപ്പം കഴിച്ച് ഇവിടെ ഒന്നും ആൾക്കാരില്ല കേട്ടോ കഴിച്ച്. ഇവിടെ ഒറ്റ മനുഷ്യനില്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ പോവുകയാണ്. എൻ്റെ പൊന്ന് കഴിച്ച്. ഇങ്ങോട്ടേക്കാണ് കേസ് കയറി പോകുന്നത്. ഗൈസ് ഇവിടെ ഒന്നും വീടില്ലാത്തതുകൊണ്ട് ഗൈസ് ഇവിടെ ആൾക്കാരും ഇല്ല ഗൈസ്. ഇവിടെ കാർ ഓട്ടൊരു ബൈക്ക് ഓടിക്കാനൊക്കെ കണ്ടില്ല ഗൈസ്. അവിടെ മാത്രമേ ഉള്ളൂ. എൻ്റെ പൊന്നോ ഇവിടെ എനിക്ക് പോകുമ്പോൾ തന്നെ ദേഷ്യം വരും ഗൈസ്. ഇങ്ങോട്ടൊന്നും വരണ്ടായിരുന്നു ഗൈസ്. നമുക്ക് ഈ മല കയറി ഇങ്ങനെ നൈസിൽ നമ്മൾ സിറ്റിയിലോട്ട് ഇങ്ങനെ ഇറങ്ങാം. ഇവിടെ ഒന്നും ആരും ഇല്ലല്ലോ ഗൈസ്. പിന്നെ എന്തിനാണ് ഗൈസ് നമുക്ക് നേരെ പോകുന്നത് ഗൈസ്. ട്രെയിനൊന്നും വരുന്നില്ല. നമുക്ക് നൈസിന് ഈ ഒരു കുന്നും കാളൊക്കെ കയറി നമ്മളിങ്ങ് നേരെ ഇങ്ങനെ പോവുകയാണ് ഗൈസ്. അപ്പം ഈ ഒരു മലയും കാളൊക്കെ ഇങ്ങനെ കടന്ന് പോവാം ഗൈസ്. അപ്പോൾ നമുക്കാണെങ്കിൽ ഇവിടെ വരിയും കാളൊക്കെ ആയതുകൊണ്ട് ഗൈസ് എനിക്ക് വയ്യ ഗൈസ് ഇരുന്ന് ഓടിക്കുക. എത്ര പെട്ടെന്ന് വീട്ടിൽ പോകണം. അതിനുമുമ്പ് ഗൈസ് നമുക്കാണെങ്കിൽ ഓയിലൊക്കെ ഒന്ന് അടിക്കാൻ ആവശ്യമുള്ളതുകൊണ്ട് തന്നെ നമുക്ക് വയ്യ ഓയിൽ അടിക്കാനും പോയി ഡ്രൈവേ കയറ്റിന് അങ്ങോട്ട് പോകണം. അപ്പം നമ്മൾ ഈ ഒരു മല ഇങ്ങനെ കയറുകയാണ് ഗൈസ്. നമ്മൾ വണ്ടിയൊന്നും കയറി വരുന്നില്ല. ഇതിപ്പോൾ നമ്മളെ വണ്ടിയൊന്നും കയറാത്തതുകൊണ്ട് തന്നെ ഗൈസ് നമുക്ക് നല്ല ആക്സിലേഷൻ കൊടുക്കുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് കയറിക്കിട്ട് നല്ല ആക്സിലേഷനൊക്കെ ഇങ്ങനെ കൊടുത്തിങ്ങനെ പോകുമ്പോൾ ഈ ഒരു മലയുടെ എൻഡ് എനിക്ക് കാണണം ഗൈസ്. ഇപ്പോൾ ഒരു എൻഡ് പോലെ ഇങ്ങനെ കിടപ്പുണ്ട്. പക്ഷെ ഇവിടെ എത്തുന്ന പ്രതീക്ഷയില്ല ഗൈസ്. നമ്മളെ സിറ്റി തന്നെ എത്തും കേട്ടോ ഗൈസ്. അത് വേറെ സത്യം. ഗൈസ് അങ്ങനെ എനിക്ക് എൻഡിലാണ് പോകേണ്ടുള്ളത്. അതിൻ്റെ ഏറ്റവും എൻഡിലാണ് ഗൈസ് എനിക്ക് പോകേണ്ടുള്ളത്. ഇവിടെ ആൾക്കാരെ കൊണ്ടെങ്കിൽ അവിടെ ഇറക്കിയാൽ എനിക്ക് ആ ഒരു ടെൻഷൻ ഇങ്ങ് മാറിക്കിട്ടും ഗൈസ്. ഇതാണെങ്കിൽ കുറേ ആൾക്കാരെ വെച്ചുകൊണ്ട് ഗൈസ് എൻ്റെ പൊന്നോ ഗൈസ്. അങ്ങനെ നമ്മൾ ഫൈനലി ഇവിടെ വന്നു ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മളാണെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ട്. അടുത്ത് നമുക്ക് പെട്രോൾ അടിക്കാൻ നേരെ ഇങ്ങ് പോവാം ഗൈസ്. എന്തായാലും നമ്മൾ എൻ്റെ പൊന്നോ ഗൈസ് നമ്മൾ ബസ്സിൽ പോയി ഇന്ന് പറന്ന് ഗൈസ്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരെല്ലാം ഇവിടെ കൊണ്ടും ഇറക്കാം ഗൈസ്. അപ്പം നമ്മൾ അതിനു മുമ്പ് പെട്രോളും ഇളക്കി അങ്ങ് അടിക്കാം ഗൈസ്. ഈ ഒരു മല കയറി വന്നത് കാര്യമായി ഗൈസ്. ഇപ്പോൾ ഇവിടെ മാത്രമേ സിറ്റിയിൽ ആൾക്കാരുള്ളൂ. ഗൈസ് ഇവരിടിച്ച് ഇടിച്ച് ഗൈസ് നമുക്ക് നേരെ പൈസ എടുത്ത് വളച്ചെടുത്ത് ഇടാം ഗൈസ്. ഇവിടെ നമുക്ക് വളച്ചെടുത്തും ഇടാം ഗൈസ്. അപ്പം അതാണ് നമ്മളെ ലക്ഷ്യം. പോട്ടെ ടിന്നിൻ കയറി പെട്രോൾ അടിക്കാം ഗൈസ്. അപ്പം നമുക്കത് പെട്രോൾ അടിച്ചതാ പെട്ടെന്ന് പെട്രോൾ അടിക്കാം. അങ്ങനെ ഗൈസ് അങ്ങനെ പെട്രോളും അയാളൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു ചേച്ചി ആളൊക്കെ ബോധം കെട്ട് വീണ് ഗൈസ്. നമ്മൾ ബസ്സിൻ്റെ ഡ്രൈവിങ്ങൊക്കെ കണ്ട് ഗൈസ്. വലിയ പ്രൊഫഷണൽ അല്ലേ ഗൈസ് നമ്മളെ ഡ്രൈവിങ്ങിലൊക്കെ. അപ്പം എൻ്റെ പൊന്നു ആ ബുഗാട്ടി ചെയ്യുന്ന വേരുണ്ടോ ഗൈസ്. ആ ബുഗാട്ടിക്ക് ഇച്ചിരി
ലെങ്ത്ത് കൂടുതലാണ്, അത്രേ ഉള്ളൂ ഗൈസ്. നമ്മൾ ചെറിയൊരു ഇടിയും കൊടുത്തിട്ടുണ്ട് ഗൈസ്. നേരെ ഇവിടാണ് ഗൈസ് ഈ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ കാര്യങ്ങൾ ഇവിടാണ് ഗൈസ്. ഇല്ല സ്റ്റാൻഡാണ് നമ്മൾ വരുന്ന ബസ് സ്റ്റോപ്പ്. അപ്പോൾ ഗൈസ് അങ്ങോട്ട് കയറ്റി നിർത്താം ഗൈസ്, ഒന്നുമില്ല ഗൈസ്, അങ്ങോട്ട് കയറ്റി അവിടെ നിർത്താം. ഇറങ്ങാനുള്ള എല്ലാവരും ഇറങ്ങിക്കോ. അപ്പോൾ ഗൈസ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഗൈസ്.